പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർ പ്രക്ഷോഭനെതിരായ ലൈംഗിക പീഡന കേസിൽ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും. ദളിത് യുവതി നൽകിയ പരാതിയിൽ കേസെടുത്ത് ഒരാഴ്ച പിന്നിട്ടിട്ടും ഒളിവിലുള്ള പ്രക്ഷോഭിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണ സംഘത്തിന്റെ മെല്ലെപ്പോക്കിനെതിരെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറയ്ക്കൽ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർ പ്രക്ഷോഭനെതിരായ കേസിൽ SC/ST അട്രോസിറ്റീസ് വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. ലൈംഗിക പീഡന കേസിൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എന്താണ് മനസ്സിലാക്കുന്നത്? ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അത് തെരഞ്ഞെടുപ്പിലൊരു രാഷ്ട്രീയ പ്രചരണ വിഷയമായി CPM-ഉം BJP-യും ഉയർത്തി കാട്ടുന്നുണ്ടോ ഈ ഭാഗം? അരുൺകുമാർ, ഏകദേശം ഒരാഴ്ചയാവുന്നു ഗുരുതരമായിട്ടുള്ള ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ പ്രകാരം പ്രക്ഷോഭനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും പ്രക്ഷോഭിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല. പ്രക്ഷോഭം ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഒളിവിൽ ഇരുന്നു കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം തേടിയുള്ള ഈ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസമാണ് പ്രക്ഷോഭം മണ്ണാർക്കാട് കോടതിയിലേക്ക് എത്തിക്കുന്നത്. പാലക്കാട്ടെ ഒരു അഭിഭാഷകൻ മുഖേനയായിരുന്നു പ്രക്ഷോഭിന്റെ ഈ നീക്കം. ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചേക്കുമെന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. അപ്പോഴും പ്രക്ഷോഭം എവിടെ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പ്രക്ഷോഭം ഇപ്പോഴും ഒളിവിൽ കഴിയുന്നു. എന്തുകൊണ്ട് പ്രക്ഷോഭിനെ ഇപ്പോഴും പോലീസ് പിടികൂടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യം. പ്രത്യേകിച്ചും BJP ഉൾപ്പെടെ ഇതിൽ വലിയ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. പോലീസിന്റെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ തന്നെയാണ് പ്രക്ഷോഭം ഇപ്പോഴും ഒളിവിൽ കഴിയാൻ കാരണമായി തുടരുന്നു എന്നുള്ളതാണ് BJP ഉൾപ്പെടെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ BJP വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരുന്നു. എത്രയും പെട്ടെന്ന് പ്രക്ഷോഭനെ പിടികൂടണം എന്നുള്ളതാണ് LDF ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനിടെ പ്രതിസന്ധിയിലായിട്ടുള്ള വിഷയമാണ് ഈ കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള പ്രക്ഷോഭ് ഈ ദളിത് യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ള ഈ പരാതി ഉയർന്നു വന്നിട്ടുള്ള സംഭവം. ഇത്തരത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു മെല്ലെപ്പോക്കിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു. പോലീസ് പറയുന്നത് എത്രയും പെട്ടെന്ന് പ്രക്ഷോഭിനെ പിടികൂടും എന്നുള്ളത് തന്നെയാണ്. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇന്നലെ CCTV ദൃശ്യങ്ങളുടെ ശേഖരണം ഉൾപ്പെടെ നടന്നിരുന്നു. തെളിവ് ശേഖരണങ്ങൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രക്ഷോഭിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലേക്ക് എത്തിക്കാൻ പ്രക്ഷോഭിന് സഹായം നൽകിയ ആളുകളെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ പ്രക്ഷോഭിലേക്ക് എത്താനുള്ള ഒരു ഉത്തരം ഇപ്പോഴും പോലീസിന് ലഭിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് പ്രക്ഷോഭിനെ കണ്ടെത്തുമെന്നുള്ളതാണ് പോലീസ് സംഘം പറയുന്നത്. തമിഴ്നാട് കേരള അതിർത്തിയിൽ വ്യാപകമായിട്ടുള്ള പരിശോധന ഇതിനു വേണ്ടി നടത്തുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. പോലീസ് പറയുന്നത് വളരെ ആസൂത്രണത്തോടു കൂടിയാണ് പ്രക്ഷോഭം ഒളിവിൽ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അതങ്ങനെ തന്നെയായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുമ്പോഴും അത്രയും വലിയ ആസൂത്രണമൊക്കെ നടത്തിയിരുന്നു. ഈ ആസൂത്രണങ്ങളൊക്കെ നാടിന്റെ വികസനത്തിന് വേണ്ടിയൊക്കെ നടത്തിയിരുന്നെങ്കിൽ നമ്മുടെ നാടൊക്കെ ഇന്നേ രക്ഷപ്പെട്ടു പോയതല്ലേ. റോഷി, ഈ പ്രക്ഷോഭന് വേണ്ടിയിട്ട് പോലീസ് വലവിരിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭനെ കിട്ടിയിട്ടില്ല. SC/ST കോടതിയിൽ ഇന്നിപ്പോ ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നുണ്ട്. ഇതിപ്പോ BJP വലിയ പ്രചരണ വിഷയമാക്കി മാറ്റുന്നുണ്ട്. പ്രക്ഷോഭന് ചില നേതാക്കളുടെയൊക്കെ പിന്തുണ കിട്ടുന്നുണ്ടെന്ന് വേണമോ മനസ്സിലാക്കാൻ? സ്വാഭാവികമായിട്ടും പ്രക്ഷോഭിന് അവിടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധമുള്ള ചിത്രങ്ങളടക്കം ചിത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് അവിടെ ബന്ധമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് ആ സംരക്ഷണം ഇപ്പോഴും പ്രക്ഷോഭിന്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയാണോ സംരക്ഷണം ലഭിച്ചത്, സമാനമായ സംരക്ഷണം പ്രക്ഷോഭിനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനത്ത് പുറത്തൊക്കെ ഒളിവിൽ കഴിഞ്ഞതാണ്. അതൊരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത്, അല്ലെങ്കിൽ പ്രക്ഷോഭ്. ഇത് സ്ത്രീകളെ ക്രൂരമായി ചൂഷണം ചെയ്ത് എന്നിട്ടാണ് നിയമത്തിന് മുന്നിൽ കീഴടങ്ങാതെ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത്. അതാണ് ഇത് വലിയ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ വലിയ തിരിച്ചടിയാണല്ലോ. കാര്യം ഒരു ഭാഗത്ത് നിങ്ങൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുക, മറുഭാഗത്ത് പ്രക്ഷോഭനെ പോലുള്ളവരെ ഒളിവിൽ കഴിയാൻ സഹായിക്കുക. നിയമത്തിന്റെ വഴിക്ക് പോട്ടെന്നേ. ഇങ്ങനെയുള്ള ചങ്ങാതിമാരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരതൊക്കെ അവസാനിപ്പിക്കുക, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരെ കീഴടങ്ങാൻ പറയുന്നേ. തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമായിട്ട് വരുന്നെന്ന് മാത്രമല്ല, BJP ഒക്കെ അത് വലിയ പ്രചരണ വിഷയമാക്കി മാറ്റും. പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സമയത്ത് ഈ വാർത്തയൊക്കെ പുറത്തുവരികയും ഇയാളൊക്കെ ഒളിവിൽ പോയി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയൊക്കെ ചെയ്താൽ എന്താ പറയുക?